മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന ഈ ദുരന്തം നടന്ന സ്ഥലത്തിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്താണ്. അതിനടുത്തുള്ള ഒരു വീടാണിത്. ഈ വീട്ടിലെ ജനൽച്ചില്ലകൾ നമുക്ക് കാണാം. പൂർണ്ണമായും ഈ 2 ജനൽച്ചില്ലകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇപ്പോഴും ഗ്ലാസുകളെല്ലാം ഇങ്ങനെ ഏത് സമയത്തും വീഴാവുന്ന ഇതിലാണ്. ഒപ്പം തന്നെ ഈ വശങ്ങളിലുള്ള ജനലുകളുടെ വാതിലുകളുടെ ചില്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. ഏകദേശം 6 ജനലുകൾ ഇവിടെ തന്നെ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീടിന്റെ മുൻവശത്തും സമാന രീതിയിൽ തന്നെയാണ്. ഇന്നലെ വൈകിട്ട് ഒരു 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ വലിയ ഒരു കുലുക്കം ഉണ്ടാകുന്നു. ആ കുലുക്കത്തെ എന്താണെന്ന് വീട്ടുകാർക്ക് തന്നെ മനസ്സിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ വീടിന്റെ മുൻവശത്തുള്ള അതിന്റെ സിറ്റ് ഔട്ടിലുള്ള ജനലുകൾ എല്ലാം വലിയ ആ ഒരു കുലുക്കത്തോടു കൂടി തന്നെയാണ് തകർന്നത്. ഈ വീടിന്റെ ഉടമസ്ഥ ഗിരിജ ചേച്ചി നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചി, എന്താണ് ഇന്നലെ വൈകിട്ടുണ്ടായത്? വൈകിട്ട് ഇങ്ങനെ ശബ്ദം പെട്ടെന്നേ പൊട്ടിത്തെറിക്കണ പോലെ കേട്ടത്. അപ്പൊ ഇങ്ങനെ ചില്ലൊക്കെ അപ്പൊ വന്ന് നോക്കുമ്പോ ഇങ്ങനെയാ. എന്താന്ന് മനസ്സിലായിരുന്നില്ല. ഇല്ല, ഇങ്ങനെ വരും നമുക്കറിയില്ലല്ലോ. അപ്പൊ വന്ന് നോക്കുമ്പോഴാ ഈ ചില്ലൊക്കെ വീണ് എടുക്കണത്. വലിയ കുലുക്കുണ്ടായിരുന്നു. ഒരു വിധം ഒക്കെ ഉണ്ട്, കുലുക്കണ്ട് കിടന്നു. എത്ര നേരം ഉണ്ടായി? അത് 10-15 മിനിറ്റ് ഉണ്ടാവണം, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ചേച്ചി ഒറ്റയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നത്? മോണ്ട് അവൻ പുറത്തേക്ക് പോയി കിടന്നു. ഭയപ്പാടൊക്കെ ഉണ്ട്. എന്താന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഉണ്ടായത്. അപ്പൊ ഈ വെടിക്കെട്ടിന്റെ കേസൊന്നും നമുക്കറിയില്ലല്ലോ. ആൾക്കാര് പോണ കാണാറുണ്ട്, പണിക്കാരെ. പരിചയമുള്ള ആളുകൾ തന്നെയാണോ? എന്നും പോണ ആൾക്കാരോ, കുറെ ദൂരത്തുനിന്ന് വരുന്നവരുണ്ട്. അപ്പൊ അവര് പോയി കഴിഞ്ഞതിന്റെ ശേഷമൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്താ ചെയ്യും, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ സ്ഥിരമായിട്ടില്ല? ഞാൻ വരുന്ന കാലത്തൊക്കെ ഉണ്ട്. അവരച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ മരിച്ചപ്പോ പിന്നെ അവൻ ഏറ്റെടുത്തു, സതീഷ്. അത് തന്നെയാണ് സേതു, വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. ആ അപകടം ആളുകളുടെ മരണം മാത്രമല്ല, സമീപ പ്രദേശത്തെ വീടുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഒരു വീടാണ്. ഈ സമീപത്തുള്ള ഏകദേശം 200-ലധികം വീടുകൾക്ക് ഇത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനൽച്ചില്ലുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, വാതിലുകൾ തകർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു സ്ഫോടനമാണ് ഇന്നലെ ഈ മുണ്ടത്തിക്കോട് ഉണ്ടായതിനുള്ള യാതൊരു തർക്കവുമില്ല. 13 പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒപ്പം തന്നെ നിരവധി ആളുകളുടെ വീടുകൾക്കും സമാന രീതിയിലുള്ള കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ നാശനഷ്ടങ്ങളെല്ലാം നികത്തേണ്ടത് എങ്ങനെയെന്നുള്ളത് ആ വീട്ടുകാർക്ക് പോലും അറിയില്ല. ഈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെ അവരുടെ അഭിപ്രായം പറയണമെന്ന് പോലും അവർക്ക് അറിയാത്ത ഒരു സാധാരണക്കാരായ ആളുകളാണ്. എന്തായാലും വലിയ ഒരു ദുരന്തത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ ആ ആളുകളുടെ മരണം മാത്രമല്ല, സമീപത്തുള്ള വീടുകൾക്ക് പോലും വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു മഹാസ്ഫോടനമാണ് എന്തായാലും ഇന്നലെ മുണ്ടത്തിക്കോട് ഉണ്ടായിരിക്കുന്നത്. സേതു, തീർച്ചയായും പ്രേക്ഷകർ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രകമ്പനമുണ്ടായ സമയം അവിടെ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ, അതിൻ്റെ CCTV ദൃശ്യങ്ങളാണെന്ന് കാണാം. പ്രകമ്പനമുണ്ടായ ആ സമയത്ത് ഈ ദൂരെയുള്ള വീടുകൾ, അതായത് മീറ്ററുകൾക്കപ്പുറമുള്ള വീടുകളുടെ ജനൽച്ചിലകൾ പൊളിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ്, അവിടുത്തെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പം അത്രയും ഭീകരമായിട്ടുള്ള അപകടമാണ് അവിടെ ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശാന്തകുമാർ, ഇപ്പം ആളുകൾ പറയുന്ന പോലെ തന്നെ ഈ ചിലർ ഇന്നലെ ഞാൻ കേട്ട 1-2 ബൈറ്റുകൾ അനുസരിച്ച് ഭൂകമ്പമാണോ എന്ന് പോലും പേടിച്ചു പോയെന്നാണ് പലരും പറഞ്ഞത്.
തീർച്ചയായും അത് തന്നെയാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു വലിയ പ്രകമ്പനം ഉണ്ടാകുന്നു, ഒരു സ്ഫോടന തുല്യമായ ശബ്ദം പലയിടങ്ങളിൽ കേൾക്കുന്നു, വലിയ തോതിൽ ഒരു ഭൂമിക്ക് കുലുക്കം അനുഭവപ്പെടുന്നു. അത് വീടുകളിൽ നാശനഷ്ടത്തിന് കാരണമാവുകയാണ്. തുടർന്നാണ് ഓരോ ജനലുകൾ വീടുകൾക്കുള്ളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം മറിഞ്ഞു വീഴുന്നത്, ജനൽ ചില്ലുകൾ തകർന്നു വീഴുന്നത്. അത് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്ന വീടിൻ്റെ ജനലുകൾക്ക് തന്നെയാണ്. ജനലിൻ്റെ വാതിലുകളും അവയുടെ ഗ്ലാസുകളും എല്ലാം പൊട്ടിത്തകർന്ന് താഴെ വീണിട്ടുണ്ട്. പല വീടുകളുടെയും വാതിലുകൾ തന്നെ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ, ആ വാതിലുകൾ അതിൻ്റെ ആ ഡോർ ലോക്കും അതിൻ്റെ ഹാൻഡിൽ ഉൾപ്പെടെ തകർന്ന് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സ്ഫോടനം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതുണ്ടായത്. അത് വലിയ ഒരു പ്രകമ്പനത്തോടു കൂടി ഉണ്ടാവുന്നു. അത് സമീപത്തെ വീടുകളിലേക്കും ഒപ്പം തന്നെ സമീപ പ്രദേശത്തെ ആ വീടുകളിൽ പല വസ്തുക്കൾക്കും നാശനഷ്ടത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് നാശനഷ്ടം തന്നെയാണ് എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നത്. നിരവധി പേർ മരണം കീഴടങ്ങിയതിന് സമാനമായ രീതിയിൽ തന്നെ വീടുകൾക്കും സമാന രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതും വലിയ നാശനഷ്ടങ്ങൾക്ക് തന്നെ വലിയൊരു ദുരന്തത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുള്ളതാണ്, യാതൊരു തർക്കവുമില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഈ മുണ്ടത്തിക്കോടിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു വീട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. സമാന രീതിയിൽ തന്നെയാണ് പല വീടുകളുടെയും അവസ്ഥ. അതിൻ്റെ കണക്കുകളൊന്നും തയ്യാറാക്കുന്നതിനുള്ള ശ്രമമൊന്നും ഇതിൽ ആരംഭിച്ചില്ല. കാരണം അതിലും വലിയ ദുരന്തം മനുഷ്യരെ കണ്ടെത്തേണ്ടതും മനുഷ്യരെ തിരിച്ചറിയേണ്ടതുമെല്ലാം ഉണ്ട്. അവയുടെ തീവ്ര ശ്രമത്തിൽ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം. എങ്കിലും സമാന രീതിയിൽ തന്നെയാണ് വീടുകൾക്കും അവരവരുടെ വാസസ്ഥലങ്ങൾക്ക് കൂടി വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. അത് അവരെ സംബന്ധിച്ചോളം ഏറെ ഭയപ്പെടുത്തുന്നത് കൂടിയാണ്. കാരണം ഒരു പ്രകമ്പനം, ഒരു വലിയ കുലുക്കം, ആ കുലുക്കത്തിൽ വീടുകളിൽ ഇരിക്കുന്നവർ എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി കഴിയാതെ അവർ പുറത്തേക്ക് ഇറങ്ങി മാറി നിൽക്കുന്നു. പിന്നീടാണ് ഇതൊരു സ്ഫോടനമുണ്ടായതും തുടർന്ന് അതിൻ്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങളും അതിൻ്റെ പ്രകമ്പനത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ഈ നാശനഷ്ടങ്ങൾ എന്നെല്ലാം തിരിച്ചറിയുകയും ചെയ്യുന്നത്. എന്തായാലും അത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ സർക്കാർ സംവിധാനങ്ങളെല്ലാം അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓരോരുത്തരെയും കണ്ടെത്തുന്നതിനുള്ള തീവ്രശ്രമം ഇപ്പോഴും, തിരിച്ചറിയുന്നതിനുള്ള തീവ്രശ്രമം ഇപ്പോഴും തുടരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമാന രീതിയിൽ തന്നെയാണ് ഓരോരുത്തരുടെയും വീടുകളുടെയും അവരുടെ വാസ ഇടങ്ങളിൽ കൂടി ഈ ദുരന്തം നേരിട്ട് എത്തി. അത് അവർക്ക് ജീവിതത്തിൽ ഒരു വല്ലാത്ത അനുഭവമാക്കി മാറ്റി കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള യാതൊരു തർക്കവുമില്ല. സേതു, തീർച്ചയായും ശാന്തകുമാർ